ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. ലെവൽ ക്രോസ് റൈറ്റർ ഡയറക്ടർ അവ്രാസ് അയ്യൂബ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ നമ്പർ 1 എന്ന് അദ്ദേഹം മാർക്ക് ചെയ്തിട്ടുണ്ട്, വിച്ച് മീൻസ് ഈ സോ ഡിറ്റർമിനൻറ്റ്. പുള്ളി ഇവിടെ കൊണ്ടൊന്നും പരിപാടി നടത്താൻ പ്ലാനില്ല. സാധാരണ വലിയ സ്റ്റാർസിൻ്റെ പടത്തിനാണ് D50 എന്നൊക്കെ പറയും പോലെ ഇങ്ങനെ നമ്പേഴ്സ് ഇട്ട് കാണിക്കുന്നത്. ഡയലോഗ്സ് എഴുതിയിരിക്കുന്ന ആഡം അയ്യൂബ്. വളരെ കുറച്ച് ഡയലോഗ്സേ ഉള്ളൂ, പക്ഷേ ഉള്ള ഡയലോഗ്സൊക്കെ മീനിങ് ഫുള്ളാണ്. പ്രൊഡ്യൂസർ രമേശ് പിള്ളൈ. അതുപോലെ ജീത്തു ജോസഫ് പ്രസൻസ്. പുള്ളിക്ക് എന്തെല്ലോ കൈയുണ്ട് ഇതിൻ്റെ അകത്ത് ഒന്നാണ് തോന്നുന്നത്. പിന്നെ ടെക്നിക്കലി ടു ഗുഡാണ് സിനിമ. ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്ന അപ്പു പ്രഭാകർ. പുള്ളിക്ക് നല്ല രീതിക്ക് പണിയെടുക്കാനുള്ള സാധനം ഇതിനകത്ത് ഉണ്ടായിരുന്ന പുള്ളി ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ ലൈറ്റിംഗ് ആയി കഴിഞ്ഞാൽ. പിന്നെ ഈ സിനിമയുടെ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ സ്ലോ പേസ്ഡ് ആണ്. സ്ലോ പേസ്ഡ് എന്ന് ആക്ച്വലി പറയാൻ പറ്റില്ല. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സ്റ്റോറി ടെല്ലിങ്, ഡീറ്റെയിലിങ് പരിപാടിയൊക്കെ ആയിട്ട് വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ആ ഒരു ടെറൈനിൽ എടുത്തിട്ടുള്ള പണി അത് ഗംഭീരമാണ്. അപ്പു പ്രഭാകർ. കളറിങ് ആണെങ്കിൽ ലിജു പ്രഭാകറാണ്. എഡിറ്റിംഗ് ദീപു ജോസഫ്. ദീപു ജോസഫിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത് കട്ട് ഫീൽ ചെയ്യാൻ പാടില്ല ഈ പടത്തിൽ. അതാണ് ഇതിങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് ക്യാമറയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി. അപ്പോൾ ഇതിൽ കട്ട് ഫീൽ ചെയ്യാതിരിക്കുന്നുള്ളതാണ്. അത് അദ്ദേഹം ദീപു ജോസഫ് ഒരു തരത്തിലും ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രെയിൻ പാസിങ് സീൻസിലൊക്കെ ആ രീതിക്കും പുള്ളി ഗംഭീരമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് വിശാൽ ചന്ദ്രശേഖറാണ്. ഈ സിനിമ നിരന്തരം സ്കോറിങ്ങുള്ള പരിപാടിയുള്ളൊരു സിനിമയല്ല, കൂടുതലും സൈലൻസാണ്. പക്ഷേ ഇടയ്ക്ക് വരുന്ന ഒരു സാധനമുണ്ട് ഈ സിനിമയുടെ മൂഡിനെ ഒന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്ന. വലിയ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് പിയാനോ വെച്ചിട്ട് ചെറിയ നോട്ട്സൊക്കെ വായിക്കുന്ന സംഭവമാണ്. പക്ഷേ അത് കൊടുക്കുന്നൊരു സാധനമുണ്ട്. പിന്നെ ഹൈ ആയിട്ട് പുള്ളി ചെയ്യുന്ന ചില ഏരിയാസ് ഉണ്ട്. എസ്പെഷ്യലി ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ട്രെയിൻ പാസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് ഗംഭീരമായിട്ടാണ്. ആ ഷോട്ടും ഗംഭീരമാണ്. അപ്പോൾ പുള്ളി കൊടുത്തുള്ള ഒരു ഹൈ സാധനം ടച്ചുണ്ട്. പിന്നെ ക്ലൈമാക്സിലും ഏകദേശം ആ ലെവലിലുള്ള സാധനം തന്നെയാണ് വരുന്നത്. ബട്ട് അല്ലാത്ത സമയങ്ങളിലൊക്കെ സിനിമ ഭയങ്കരമായിട്ട് സൈലൻസ് യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. വളരെ ചെറിയ നോട്ട്സ് സ്ട്രിങ്സൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, വിശാൽ ചന്ദ്രശേഖർ. ഒരു സോങ് ഉണ്ട്, അത് പക്ഷേ ഒരുമാതിരി AI ചെയ്ത സോങ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വിനായക് ശശികുമാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. സൗണ്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. കൂടുതൽ സമയത്ത് സൈലൻസ് ആയതുകൊണ്ട് തന്നെ ഡയലോഗ്സിനിടയിലേക്ക് ധാരാളമായിട്ടുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രെയിൻ പാസ് ചെയ്യുന്നത്, അതുപോലെ വിൻഡ്, അങ്ങനെ ദൂരെ നിന്ന് കേൾക്കുന്ന ശബ്ദം. പിന്നെ ട്രെയിന് പോകാതെ തന്നെ ട്രെയിൻ പോകുന്നതായിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ള പരിപാടിയൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ജയദേവൻ ചക്കാടത്താണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജിതിൻ ജോസഫാണ് അറ്റ്മോസിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. ട്രെയിനിൻ്റെ ഒക്കെ പരിപാടി കിടുമായിരുന്നു. പിന്നെ സിംഗ് സൗണ്ട് അലൻ കുര്യാക്കോസ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ദിസ് ഈസ് ഫിക്റ്റീഷ്യസ്. അതായത് ഇതൊരു ഇമാജിനറി വേൾഡാണ്. അവിടെ ലോജിക്കിന് യാതൊരു പ്രസക്തിയില്ല. ലൈക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ട്യൂണീഷ്യയിലാണ്. ട്യൂണീഷ്യയിലെ ഒരു നോർത്ത് ആഫ്രിക്കൻ കൺട്രിയാണ്. ട്യൂണീഷ്യയിലെ ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത്, ആ ടെറൈൻ എന്ന് പറയുന്നത്, ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്, ഇതൊരു ബാരൻ ലാൻഡാണ്, ഒരു ഡെസേർട്ട് പോലത്തെ സ്ഥലം. നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് 3 മലയാളി കഥാപാത്രങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടു, അവരെന്തുകൊണ്ട് മലയാളം സംസാരിക്കുന്നു, ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഫിക്റ്റീഷ്യസ് ആണ്. ഡയറക്ടർ നമ്മൾ ഒരു നോവൽ വായിക്കുമ്പോൾ, സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് ഇമാജിനേഷൻ തെളിയുന്ന പരിപാടി ഡയറക്ടർ വിഷ്വലായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അതാണ് ഈ സിനിമ. അതിൽ ആർട്ടിന് നല്ല പങ്കുണ്ട്. പ്രേം നവാസാണ് പ്രൊഡക്ഷൻ ഡിസൈനർ. ഇതിലൊരു ലെവൽ ക്രോസ് എന്ന് പറയുന്നത് തന്നെ, അവിടെ എന്തിനാണ് ലെവൽ ക്രോസ് നമുക്ക് ചോദിക്കാം. കാരണം വാഹനമൊന്നും പോകുന്നില്ല, ആളും മനുഷ്യനില്ല, ഒരു വട്ടി പോലില്ല, ആകെ ഒരു കഴുതയാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ അവിടെ എന്തിനാണ് ലെവൽ ക്രോസ്? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളല്ല, ഈ സിനിമ നൽകുന്ന വേറെ ഈസ്തറ്റിക് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. അവിടെയാണ് ഈ സിനിമയുടെ USP എന്ന് പറയുന്നത് അതിലാണ്. ടുണീഷ്യ പോയി ഷൂട്ട് ചെയ്തെന്നുള്ളതാണ് ഈ സിനിമയുടെ USP. അല്ലാതെ ഈ ഒരു സിനിമ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കുഗ്രാമത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് യാതൊരു വാല്യൂ ഇല്ല. കാരണം അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ എത്രയോ കണ്ടുള്ളതാണ്. കഥയ്ക്കല്ലല്ലോ, കാഴ്ചയല്ലേ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ സിനിമ വിജയിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ഇൻ്റർനാഷണൽ അപ്പീലുള്ള സിനിമ എന്ന് നമുക്ക് തോന്നും. അതിനുള്ള കാരണവും ഈ ഒരു ലാൻഡ്സ്കേപ്പ്, ഈ ഒരു ടെറൈനും തന്നെയാണ്. ഇപ്പോൾ ഒരു ഇറാനിൽ ഷൂട്ട് ചെയ്ത സിനിമ, അപ്പോൾ ജോർദാനിൽ ഷൂട്ട് ചെയ്ത ആടുജീവിതം, ജോർദാനിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിനൊരു ഇൻ്റർനാഷണൽ അപ്പീൽ വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ അപ്പീൽ, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിൽ കാണുന്ന കൈൻഡ് ഓഫ് സിനിമ, അത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ സ്റ്റഫ് എന്നൊക്കെ തോന്നാനുള്ള പ്രധാന കാരണം ഈ ലാൻഡ്സ്കേപ്പിൻ്റെത്, അല്ലെങ്കിൽ ഈ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ ടെറൈൻ മാറുന്നതുകൊണ്ടാണ്. നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ ഒരു ട്രൂലി ഇൻ്റർനാഷണൽ സിനിമ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, LJPയുടെ.
ആ സിനിമ തമിഴ്നാട്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പം ഒരു എലീനേഷൻ ഫീൽ ചെയ്യില്ല. നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. പക്ഷേ പക്ഷേ വിദേശികൾക്ക് ഇത് കാണുമ്പോൾ അത് ഉണ്ടാവുമായിരിക്കും. അവർക്ക് എലിനേഷൻ തോന്നുമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നുമായിരിക്കും നമ്മുടെ നാട്ടിലെ ജോഗ്രഫിക്കൽ ഏരിയ കാണുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൻ്റെ കൂടെയാണ്. അല്ലാതെ ഇൻ്റർനാഷണൽ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള മരുഭൂമിയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ലാൻഡ്സ്കേപ്പിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഇൻ്റർനാഷണൽ ആവുമെന്നില്ല. സിനിമയുടെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൂടെ ഇൻ്റർനാഷണൽ സിനിമ എന്ന് നമുക്ക് തോന്നുന്നു. ആർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ആസിഫ് അലി താമസിക്കുന്ന ഒരു വീടുണ്ട്, ആസിഫ് അലിയുടെ കഥാപാത്രം. ആ വീടിനകത്തുള്ള പാത്രങ്ങൾ, ഉപകരണങ്ങൾ, അവിടുത്തെ രീതികൾ എല്ലാം നമ്മുടെ നാട്ടിലുള്ളതല്ലേ അല്ല, വളരെ ആർക്കൈക്കായിട്ടുള്ള. ഈവൻ കിണറിൽ വെള്ളം കോരാൻ തൊട്ടിയായി കഴിഞ്ഞാലും എല്ലാം അങ്ങനെയാണ്. പിന്നെ അതേസമയം അവിടെ മഞ്ഞൾ അവൈലബിൾ ആണ്, തുളസി അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു കോൺട്രഡിക്ടറി കോഹറൻ എന്നൊക്കെ പറയുമ്പോൾ രണ്ടും വിഭിന്നങ്ങളായിട്ട് സാധനം കൂടിച്ചേർന്ന് വരുമ്പോഴുണ്ടാവുന്ന ഒരു മനോഹാരിത ഉണ്ടല്ലോ. ആ പരിപാടി ഈ സിനിമയ്ക്കകത്ത് നടക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇത്തരം സിനിമകൾ ഭയങ്കര ഇഷ്ടം. വളരെ റിയൽ ടൈമിൽ ഇങ്ങനെ ഇപ്പോൾ ജി അരവിന്ദൻ്റെ സിനിമകളായാലും അടൂരിൻ്റെ സിനിമകളായാലും തുടങ്ങി ഇത്ര ഈ പറഞ്ഞ സോക്കോൾഡ് ഇൻ്റർനാഷണൽ പരിപാടി കഴിഞ്ഞാലും, അതായത് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം കഥാപാത്രങ്ങൾ എന്താ ചെയ്യുന്നത്. എനിക്ക് അതിൽ യാതൊരു മടുപ്പില്ല. ഐ റിയലി എൻജോയ് സച്ച് ഫിലിം. ഇതിൽ തന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരാൾ കുളിക്കുകയാണ്, അപ്പോൾ അമലാപ്പോൾ കുളിക്കുകയാണെങ്കിൽ കുളിക്കുക 5 മിനിറ്റും 10 മിനിറ്റൊക്കെ നിന്ന് കുളിക്കുക. അത്രയും സമയം കാണിക്കുന്നുണ്ട്. ഒരു റാൻഡം കട്ട്സോ പരിപാടിയോ ഒന്നുമില്ല. കുക്ക് ചെയ്യുകയാണെങ്കിൽ കുക്ക് ചെയ്യുക, വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു കുപ്പി വെള്ളം കുടിക്കാൻ നമ്മൾ റിയൽ ടൈം എത്ര വേണോ അത്ര തന്നെ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ അങ്ങനെ കണ്ടാസ്വദിക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു. പ്ലസ് ഇതിൻ്റെ സ്കോറിങ്ങും പിന്നെ ഓഫ് കോഴ്സ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആസിഫ് അലി ടോപ്പ് നോച്ച് പെർഫോമൻസ്. കാരണം അദ്ദേഹം ത്രൂ ഔട്ട് ആ ക്യാരക്ടർ, സാധാരണ മമ്മൂക്കൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്, അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്നത്. അങ്ങനെ ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു വളരെ ചെറിയ ന്യൂആൻസസ് പോലും പുള്ളി ഇതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ കാരണം ഇതിൽ ഫ്ലാഷ് ബാക്ക് സീൻ ഉണ്ട്. ഇപ്പോൾ മേക്കപ്പിൻ്റെ സഹായമാണെന്ന് പറഞ്ഞാലും ഫ്ലാഷ് ബാക്ക് സീനിൽ പുള്ളി വേറൊരു ലുക്കിലാണ് വരുന്നത്, വേറൊരു ഓവേർട്ട് അപ്പിയറൻസാണ് പുള്ളിക്കുള്ളത്. അതിനകത്ത് പുള്ളി സെയിം സാധനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് അങ്ങനെ ആ ക്യാരക്ടർ, അത് എല്ലാ ഇമോഷൻസും, സന്തോഷമായാലും ദേഷ്യമായി കഴിഞ്ഞാലും സങ്കടമായി കഴിഞ്ഞാലും പുള്ളി ഇമോഷണൽ ആകുമ്പോഴും ലാസ്റ്റൊക്കെ ആകുമ്പോഴും പുള്ളി ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ മാത്രമല്ല വേറെ 2 ക്യാരക്ടേഴ്സ് കൊണ്ട്, ഒന്ന് ഷറഫുദ്ദീൻ ചെയ്ത കഥാപാത്രം, ഷറഫുദ്ദീനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അമലാപ്പോളും കുഴപ്പമില്ല. അമലാപ്പോളും പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോഴേക്ക് ഡയലോഗ് ഡെലിവറിയിലൊക്കെ കുറച്ച് സ്ലിപ്പായതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഒന്നാമത് മ്യൂസിക്കിൻ്റെ സഹായമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്തരം സിനിമകളിൽ പെർഫോം ചെയ്യുമ്പോൾ വലിയ പാടാണ്. ഈവൻ ഫൈറ്റ് സീക്വൻസ് ആയി കഴിഞ്ഞാൽ പോലും വളരെ റിയലിസ്റ്റിക്കാണ്. ഡ്യൂപ്പും പരിപാടിയൊന്നുമില്ല. ഇവർ തന്നെ ആകെ 3 പേരല്ലേ ഉള്ളൂ. ഇവർ തന്നെ ഇതിൽ ഷറഫും ആസിഫും തന്നെ കെട്ടിമറിയണം. അത് സിംഗിൾ ഷോട്ടാണ് അധികവും. അപ്പോൾ അങ്ങനെ നല്ല പണിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. കൂടാതെ ഇത് സിനിമയുടെ തീമാറ്റിക്കലി പറയുകയാണെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ജീവിയാണ്. മനുഷ്യൻ കള്ളം പറയും, മനുഷ്യൻ ഹൈഡ് ചെയ്യും, മനുഷ്യൻ പറഞ്ഞ് മാറ്റി പറയും, മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേക തരം വൃത്തിയുടെ ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ അങ്ങനെയുള്ള 3 മനുഷ്യന്മാരത്. അപ്പോൾ അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള കാര്യമാണ്. അതിൽ തന്നെ ക്യാരക്ടർ സ്വോപ്പ്, ബാക്ക് ടു ബാക്ക് റിലവേഷൻസ് ക്ലൈമാക്സ് ആവുന്ന സമയത്തുള്ളത്, പിന്നെ പെർസ്പെക്റ്റീവ് ചേഞ്ചസ് വരുന്നത്, ക്യാരക്ടറിനോട് നമുക്കുള്ള പെർസ്പെക്റ്റീവ് ചേഞ്ചസ് വരുന്നത്, അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഈ ഒരു ത്രില്ലിംഗ് പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ടോട്ടലി ഒരു മികച്ച ഒരു സിനിമ തന്നെയാണ് ലെവൽ ക്രോസ്. ഈ 3 പേരെ കൂടാതെ ഡയറക്ടർ ലാൽ ജോസ് കുറച്ച് സമയം, പിന്നെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഫ്ലാഷ് ബാക്കിൽ വരുന്നത്, ഒരു നടിയും ഒരു നടനും, പേരെനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ്. ഇതിൽ ഒരു സീനുണ്ട്, ഒരു ഹെഡ് ബ്രേക്കിംഗ് സീൻ. അത് ദാറ്റ് വാസ് ടു ബ്രൂട്ടൽ. നമുക്ക് ഇങ്ങനെ ചെയ്തിക്ക് നമ്മുടെ മുമ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഭയങ്കര ഡാം സാധനമാണത്. അങ്ങനെ ഇതാണ്. അപ്പോൾ 10% പോലും നമുക്കൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റൂല എന്നോ. അപ്പോൾ മനുഷ്യന്മാർ ഭയങ്കര ഡേഞ്ചറാണ്.